എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു വീഡിയോയിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 20 ക്വസ്റ്റ്യൻസിൽ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ടെലഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10 ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത ഏതെങ്കിലും വീഡിയോ കാണാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അതുപോലെ തന്നെ ക്വിസും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആർ ബിൽഡ് വിത്ത് ഡാഷ്. തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ടെക്നോളജി ഏതാണ്? IC അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്. അപ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടേഴ്സിൻ്റെ ജനറേഷൻസിന് 5 ജനറേഷൻസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ വരുന്നത് 5th ജനറേഷനാണ്. ഫസ്റ്റ് ജനറേഷനിൽ ഉപയോഗിച്ചിരുന്ന ടെക്നോളജി എന്ന് പറയുന്നത് വാക്വം ട്യൂബ്സ് ആണ്. അപ്പോൾ തേർഡ് ജനറേഷനിലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ ICs ആണ്. പിക്ക് ഔട്ട് ദ കറക്റ്റ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ഫ്രം ദ ഫോളോയിങ്. താഴെ പറയുന്നവയിൽ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ഏതാണ്? ഹാർഡ് ഡിസ്ക് ആണ്. അപ്പോൾ ഇതിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും ഉണ്ട്. അപ്പോൾ സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ, ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡറി സ്റ്റോറേജ് ഉപയോഗിക്കുന്നത്. എന്നാൽ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള മെമ്മറിയാണ്. പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് 2 ടൈപ്പാണ്, റാമും റോമും. അതിൽ റാമിൻ്റെ ഫുൾ ഫോം റാൻഡം ആക്സസ് മെമ്മറി, റോമിൻ്റെ ഫുൾ ഫോം റീഡ് ഓൺലി മെമ്മറി. റാം എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ മെമ്മറിയാണ്, റോം എന്ന് പറയുന്നത് ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന മറ്റൊരു ഓപ്ഷൻ EEPROM എന്ന് പറയുന്നത് റോമിൻ്റെ മറ്റൊരു ഡിവിഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1 പെൻറ്റാബൈറ്റ് ഈക്വൽ ടു ഡാഷ്. 1024 ടെറാബൈറ്റ്. ഒരു പെൻറ്റാബൈറ്റ് എന്ന് പറയുന്നത് 1024 ടെറാബൈറ്റ് ആണ്. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻപുട്ട് ഡിവൈസ്. താഴെ പറയുന്നവയിൽ ഒരു ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് പ്ലോട്ടറാണ്. മൗസ്, സ്കാനർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ഇതൊക്കെ ഇൻപുട്ട് ഡിവൈസാണ്. പ്ലോട്ടർ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. അപ്പോൾ ഇതിൽ OMR എന്നുള്ളത് നമുക്കറിയാം PSC എക്സാമുകളിൽ ഇപ്പോൾ എല്ലാത്തിലും OMR ആണ് വരുന്നത്. അപ്പോൾ അത് OMR റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അതായത് ഇൻപുട്ടിന് വേണ്ടിയിട്ട് ഇൻപുട്ട് ഡിവൈസാണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറയുന്നത്. മൗസ് എന്ന് പറയുന്ന ഒരു പോയിൻറ്റിംഗ് ഡിവൈസാണ്. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കറക്റ്റ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ. .NET ആണ്. അതായത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിന് അല്ലാത്തത് .NET ആണ് വരുന്നത്. എ റെക്റ്റാങ്കിൾ ഈസ് യൂസ്ഡ് ഇൻ എ ഫ്ലോ ചാർട്ട് ടു റെപ്രസെൻറ്റ്. പ്രോസസ്സിംഗ് ആണ്. അതായത് ഫ്ലോ ചാർട്ട്, നമ്മൾ ഒരു പ്രോഗ്രാം എഴുതുന്നതിന് മുന്നേ തന്നെ ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കും. അപ്പോൾ അതിൽ ഓരോന്നിനും ഓരോ സിമ്പിൾസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് റെക്റ്റാങ്കിൾ എന്നുള്ള സിമ്പിൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? പ്രോസസ്സിങ്ങിനാണ്. അടുത്തത്, പിക്ക് ഔട്ട് വൺ ഓഫ് ദ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം ലാംഗ്വേജ് ഫ്രം ദ ഫോളോയിങ് പ്രോഗ്രാംസ്. താഴെ തന്നിരിക്കുന്നവയിൽ ഊപ്പ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം ലാംഗ്വേജിന് എക്സാമ്പിൾ COBOL ആണ്. എ സ്പ്രെഡ്ഷീറ്റ് സിമിലർ ടു MS Excel ഇൻ OpenOffice.org ഈസ് ഡാഷ്. MS Excelലെ സ്പ്രെഡ്ഷീറ്റ് പോലെ OpenOffice.org ഉള്ള ആ ഒരു ഫീച്ചർ അല്ലെങ്കിൽ പ്രോഗ്രാമാണ് കാൽക്ക്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ODBC? ODBCയുടെ ഫുൾ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്പൺ ഡാറ്റാബേസ് കണക്ടിവിറ്റി ആണ്. ഓപ്പൺ ഡാറ്റാബേസ് കണക്ടിവിറ്റി ആണ് ODBC എന്നതിൻ്റെ ഫുൾ ഫോം. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെബ് ബ്രൗസർ. റെഡ്ക്ലിഫ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് റെഡ്ക്ലിഫ് ആണ്. അപ്പം വെബ് ബ്രൗസർ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? മൊസൈക്ക്, ഒപ്പേറ, മോസില്ല ഫയർഫോക്സ് എന്നിവയാണ് വെബ് ബ്രൗസർ. വെബ് ബ്രൗസർ അല്ലാത്തത് റെഡ്ക്ലിഫ് ആണ്. ഹൗ മെനി റോസ് ആർ ദർ ഇൻ MS Excel 2003? MS Excel 2003 നമ്പർ ഓഫ് റോസ് 65,536 ആണ്. 65,536 ആണ്.
What will happen when we press Shift plus Tab keys in MS Excel? അപ്പോൾ ഷിഫ്റ്റ് പ്ലസ് ടാബ് കീസ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ MS എക്സലിൽ ഷിഫ്റ്റ് പ്ലസ് ടാബ് കീസ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? കഴ്സർ വിൽ മൂവ് വൺ സെൽ ലെഫ്റ്റിലേക്ക് ഒരു സെല്ല് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷിഫ്റ്റ് പ്ലസ് ടാബ് എന്നുള്ള ഒരു ഷോർട്ട് കട്ട് കീ MS എക്സലിൽ ഉപയോഗിക്കുന്നത്. The command for adjusting height of the row will take from ഡാഷ് മെനു ഫോർമാറ്റ് ആണ്. അതായത് ഒരു റോയിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കമാൻഡ് ഏത് മെനുവിലാണ്? ഫോർമാറ്റ് മെനുവിലാണ്. ദ മാക്സിമം വിഡ്ത്ത് ഓഫ് എ കോളം ഇൻ MS എക്സൽ ഈസ്. MS എക്സലിലെ മാക്സിമം വിഡ്ത്ത് ഓഫ് എ കോളം എന്ന് പറയുന്നത് 255 ആണ്. 255. ദ കമാൻഡ് യൂസ് ടു ക്ലിയർ ദ സ്ക്രീൻ ഇൻ DOS CLS ആണ്. The command used to clear the screen in DOS CLS ആണ്. del command is used in DOS to delete files. del എന്നുള്ള കമാൻഡ് DOSൽ ഉപയോഗിക്കുന്ന എന്തിനാണ്? ഫയൽസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. which key is to be pressed for moving one slide after another during slide presentation in MS PowerPoint. MS PowerPointൽ സ്ലൈഡ് പ്രസൻറ്റേഷനിൽ ഒരു സ്ലൈഡ് കഴിഞ്ഞതിന് ശേഷം അടുത്തത് വരാൻ വേണ്ടിയിട്ട് പ്രസ് ചെയ്യുന്ന ഡൗൺ ആരോ കീ ആണ് പ്രസ് ചെയ്യേണ്ടത്. ഹൗ ക്യാൻ വി എഡിറ്റ് എ ചാർട്ട് ഇൻ MS PowerPoint 2003? MS PowerPoint 2003 ചാർട്ട് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്? ഡബിൾ ക്ലിക്ക് ദ ചാർട്ട് ഒബ്ജക്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ MS PowerPoint 2003 ഒരു ചാർട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ലെൻ ഫംഗ്ഷൻ ഇൻ MS എക്സൽ ഈസ് യൂസ്ഡ് ടു. MS എക്സലിലെ ലെൻ എന്നുള്ള ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? റിട്ടേൺ ദ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ ടെക്സ്റ്റ് സ്ട്രിങ്. ഒരു ടെക്സ്റ്റ് സ്ട്രിങ്ങിലെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെൻ എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ULSI? ULSI എന്നുള്ള അതിൻ്റെ ഫുൾ ഫോം അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ എന്നുള്ളതാണ് ULSIൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.